ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഉയർന്നുവരുന്നത്. നടിമാരെല്ലാം മനസ്സ് തുറന്നാൽ പല നടന്മാരും പല പ്രമുഖരും ഇതിൽ കുടുങ്ങും എന്നുള്ളതും വ്യക്തമാണ്. സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന നടന്മാരുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ ഇതാ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടൻ മുകേഷിനെ കുറിച്ച് നടത്തിയ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ചർച്ചയാകുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ടെലിവിഷൻ സംവിധായകയായ ടെസ് ജോസഫ് ചില കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ മുകേഷ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു ഇരയാകേണ്ടി വന്നത്. ഇതിന്റെ പിന്നാലെ മുകേഷിന്റെ ഭാര്യയുടെ ചില വെളിപ്പെടുത്തലുകളും വന്നതോടെ മുകേഷിന് ഇപ്പോൾ നിലവിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കോടീശ്വരൻ എന്ന പരിപാടിയുടെ അണിയറ പ്രവർത്തകന്മാരിൽ ഒരാളായിരുന്നു അന്ന് ടെസ് ജോസഫ്. കോടീശ്വരൻ പരിപാടിയുടെ ഭാഗമായിരുന്ന ടെസ് ജോസഫിനെ നിരന്തരമായി മുകേഷ് കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ വിളിച്ചു വല്ലാതെ ശല്യം ചെയ്യുമായിരുന്നു. നിരന്തരം ശല്യപ്പെടുത്തി വഴങ്ങാതെ വന്നപ്പോൾ തന്റെ റൂം മുകേഷിന്റെ റൂമിനോട് അടുത്താക്കി മാറ്റിയെന്നും ടെസ് ജോസഫ് ഈ അടുത്തായി പറഞ്ഞിരുന്നു. ഒരു ദിവസം ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി. കോളുകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ കൂടെയായിരുന്നു അന്ന് കഴിഞ്ഞത്. വേറെ നിവൃത്തിയില്ലായിരുന്നു. തന്റെ മുറി എന്തിനാണ് മാറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോട്ടൽ അധികൃതർ പറഞ്ഞത് മുകേഷ് പറഞ്ഞിട്ടായിരുന്നു എന്നായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് ടെസ് ജോസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഏകദേശം പുറത്തു വന്നതോടെ ആദ്യം പ്രതികരിച്ച നടന്മാരിൽ ഒരാൾ കൂടെയായിരുന്നു മുകേഷ്. ഹേമ കമ്മിറ്റിയുമായിട്ട് ഏകദേശം 4 മണിക്കൂർ സംസാരിച്ചു എന്നും മുകേഷ് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ വിവരങ്ങൾ പുറത്തു വിടണമെന്നും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് മുകേഷ് പറഞ്ഞത്. എല്ലാ മേഖലകളിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു.